ഒരിക്കൽ ഒരു പ്രഭു അദൃശ്യമായ ഒരു രത്നം പതിപ്പിച്ച ഒരു കല്ല് തന്റെ മകന്റെ കയ്യിൽ നൽകി എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ടുപോയി വിൽക്കൂ, പക്ഷേ വില മനസ്സിലാക്കി മാത്രം വിൽക്കണം. മകൻ കല്ലുമായി ആദ്യം സമീപിച്ചത് ഒരു പച്ചക്കറി കടക്കാരനെയായിരുന്നു. പച്ചക്കറി കടക്കാരൻ പറഞ്ഞു, ഇതിന് 10 കിലോ പച്ചക്കറിയുടെ വില ഞാൻ തരാം. മകൻ തിരികെ വന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ ശാന്തമായി പറഞ്ഞു, ഇതുമായി ഒരു തുണിക്കടയിൽ പോയി നോക്കൂ. മകൻ കല്ലുമായി തുണിക്കടക്കാരനെ സമീപിച്ചു. തുണിക്കടക്കാരൻ കല്ല് നോക്കി പറഞ്ഞു, ഇതിന് 10 പട്ടുതുണിയുടെ വില ഞാൻ തരാം. വീണ്ടും പ്രഭുവിനടുത്ത് വന്ന് മകൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മകനോട് പറഞ്ഞു, ഇനിയൊരു സ്വർണ്ണക്കടയിൽ പോയി നോക്കൂ. മകൻ കല്ലുമായി ഒരു സ്വർണ്ണക്കടക്കാരനെ സമീപിച്ചു. സ്വർണ്ണക്കടക്കാരൻ കല്ല് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിന് 10 പവൻ വില ഞാൻ തരാം. അപ്പോഴേക്കും മകന് മനസ്സിലായി, ഈ കല്ലിന് ഇതിലുമധികം വിലയുണ്ട്. അവൻ സ്വയം തീരുമാനിച്ചു. കല്ലുമായി ഒരു രത്നവ്യാപാരിയുടെ അടുത്തേക്ക് പോയി. രത്നവ്യാപാരി കല്ല് പരിശോധിച്ചു നിശബ്ദമായി പറഞ്ഞു, ഇതിന് 50 ലക്ഷം രൂപ ഞാൻ തരാം. മകൻ കല്ല് രത്നവ്യാപാരിക്ക് വിറ്റു. മകന് സന്തോഷമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.